ഇത് രണ്ടും ഞാൻ തന്നെ കുടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, ഇത് കുടിക്കാൻ ഇഷ്ടമല്ലാത്തൊരാള്. ഡാ, ഞാനേ ആ ട്രാവൽ ഏജൻസി പോയി. അതാ വൈകിയത്. സ്വീഡനിലും അത്യാവശ്യം ഗോൾഡൻ വീസ പരിപാടിയുണ്ട്. പക്ഷെടാ കിച്ചു, ഒരാൾക്ക് മിനിമം 1,00,000 യൂറോയെങ്കിലും വേണ്ടി വരും. അയ്യടാ, ഇവിടെ ഒരു സാധാരണ വിസയ്ക്കുള്ള സാധാരണ രൂപ സംഘടിപ്പിക്കാൻ നട്ടം തിരിക. അപ്പോൾ ഒരു യൂറോയും ഗോൾഡും. എൻ്റെ പൊന്നോ, നടക്കണ കാര്യമല്ലോ ആലോചിക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ. കല്ലു കല്ലു കല്യാണിക്കുട്ടി, സ്വീഡനില് ബീച്ചുണ്ടോ? മഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അവിടെയുള്ളവര് വടാപ്പാവും ഫ്രാങ്കിയും കഴിക്കുമോ എന്തോ? ഇല്ല കിച്ചു, നിനക്ക് വരണോന്നില്ലെങ്കിൽ അതങ്ങ് പറ. വെറുതെ വട്ടം കളിക്കാതെ. നിന്നെ എന്താ ചെയ്യാ? എന്ത് വേണേ ചെയ്തോ. അതെ, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് നിന്റെ ചാച്ച എന്തെങ്കിലും ഹിന്റ് തന്നോ? ദേ, കാശിന് ഇത്ര അത്യാവശ്യമുണ്ടെന്ന് വെച്ച് കിച്ചു അവിടെ ചെന്ന് ചാടിക്കേറി യെസ് പറയരുത്. എന്തെങ്കിലും ഇല്ലീഗൽ പരിപാടിയാണെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ വിട്ടോണം. അറിയാലോ, പിന്നെ ഒരിടത്തേക്കും ടൂറിസ്റ്റ് വീസ പോലും കിട്ടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. ശരി, ബൈ. കിച്ചു, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. നമ്മൾ ആരെ കാണാനാ പോകുന്നത്? നിനക്ക് അപകടം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇതിപ്പോ നിങ്ങൾക്ക് കടലിൽ കിടക്കാൻ ഇത്രയും കാശ് പെട്ടെന്ന് വേണമെന്ന് ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചത്. എത്രയും കുറച്ചറിയുന്നോ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരെ കണ്ട് സംസാരിച്ച് നിന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നിയാൽ മാത്രം ഏറ്റെടുത്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ താഴെ കാണും. കുടിക്കാൻ എന്തെങ്കിലും? ഐസ് ടീ വിത്ത് മിന്റ്. വെള്ളമായാലും മതി. താങ്ക്സ്. മിസ്റ്റർ ശ്രീധരൻ കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചോ? ചാച്ച കാശിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ജോലി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ കൂട്ടുകാരനാവണം. ആളുകളെ വാചകൊടിച്ചു വീഴ്ത്താൻ കിച്ചുവിന് ഭയങ്കര കഴിവാണെന്നാണല്ലോ തന്റെ ചാച്ച പറയുന്നത്.
എൻ്റെ ടൈപ്പല്ല. പുള്ളി ആരുടെയും ടൈപ്പല്ല, അതാണ് പ്രശ്നം. അസൈനാരെന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ മംഗലാപുരം സെക്ടറിലെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കിങ് പിന്നായിരുന്നു. അയാൾ അറിയാതെ ഒരു തരി പൊന്നുപോലും ആ റൂട്ടിലൂടെ ചലിക്കില്ല. അസൈനാരുടെ വലങ്കൈയായിരുന്നു ഈ മനുഷ്യൻ, ഡേവിഡ്. വലങ്കൈയല്ല, അസൈനാരുടെ ചങ്ക്, ദാവൂദ്. അങ്ങനെയാണ് അസൈനാർ അവനെ ചെല്ലപ്പേരിട്ട് വിളിച്ചിരുന്നത്. കുറച്ചുനാൾ മുമ്പ് ഉടുപ്പിയിൽ വെച്ച് ഇവരെ ആരോ ആക്രമിച്ചു. അസൈനാർ സ്പോട്ടിൽ തന്നെ തീർന്നു. ഡേവിഡ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ വാനിൽ അന്നത്തെ മതിപ്പ് വിലയ്ക്ക് ഏകദേശം 30 കോടിയുടെ സ്വർണം ഉണ്ടായിരുന്നു. ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഇന്നും ഒരു പിടിയുമില്ല. ഇങ്ങാർക്കോ? ആ സംഭവത്തോടെ ഡേവിഡിന്റെ ഓർമ്മ പോയി. Best. തലയിലൊരു വെടിയുണ്ട കയറിയിരുന്നു. അതാവാം, അല്ലെങ്കിൽ മാനസികമായ ഷോക്കാവാം. അയാൾ ഫേക്ക് ചെയ്യുന്നൊന്നുമല്ല. ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്തത്ര പീഡനങ്ങൾ അയാൾ സഹിച്ചിട്ടുണ്ട്. അഭിനയിക്കായിരുന്നെങ്കിൽ കിളി പറയുന്ന പോലെ എന്നേ പറഞ്ഞേനെ. ഇങ്ങാർക്ക് ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നുമില്ലേ? തന്നെ പോലെ തന്നെ, കിച്ചുവിന് ചാച്ച പോലെ ഡേവിഡ് അസൈനാർ. അതെ, കഷ്ടകാലത്തിന് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് എങ്ങാനും അങ്ങേർക്ക് പിടികിട്ടിയ നിങ്ങൾ കൊടുത്തത് മുഴുവൻ എനിക്കിട്ട് തിരിച്ചു തരുമോ? ഏയ്, അയാൾ അതും മറന്നിട്ടുണ്ടാവും. സങ്കടമോ ഭയമോ തോന്നുന്ന എന്തോർമ്മയെ അടച്ചുകളയലാണ് അയാളുടെ മനസ്സിപ്പ് ചെയ്യുന്നത്. അതാണ് തുറന്നു കിട്ടാനുള്ള ഈ ബുദ്ധിമുട്ടും. ഒരവസാന ശ്രമം നടത്തി നോക്കുകയാണ്. അതാണ് തനിക്കുള്ള അസൈൻമെന്റ്. 2 ആഴ്ച സമയം. അതിനുള്ളിൽ ഡേവിഡുമായി കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അയാളുടെ ഓർമ്മ തിരിച്ചു പിടിക്കാനുള്ള വഴി തുറക്കുക. സാധിച്ചാൽ 25 ലക്ഷം. സാധിച്ചില്ലെങ്കിൽ 5 ലക്ഷം. പക്ഷേ സാധിക്കണം.